ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഗാഡ്ജറ്റ്സ് ഓൺ മലയാളം എന്ന ചാനലിലെ അമൽ ഗോപാൽ എനിക്ക് അയച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ പാക്കേജാണ്. സോ അമൽ ഒരു ബ്രാൻഡ് തുടങ്ങിയിരിക്കുകയാണ്, ഗോംസ് ഓൺ മേക്ക്. അവരുടെ ഏറ്റവും ആദ്യത്തെ പ്രോഡക്റ്റ് ആണ് എൻ്റെ കയ്യിലുള്ളത്. സോ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് എന്താണ് എന്നല്ലേ, ഗോമേക്ക് സീരീസ് 1 എന്നുള്ള പേരിൽ ഒരു ഗെയിമിംഗ് മൗസ് ആണ് ഇറക്കിയിരിക്കുന്നത്. കുറേയധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഗെയിമിംഗ് മൗസ് ആണ്. ആദ്യം തന്നെ പറയാം, എൻ്റെ പാക്കേജിങ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഈ ഒരു പാക്ക് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രീമിയം ഫീല് വരുന്നുണ്ട്. വേറൊന്നുമല്ല, ഒരു ബ്ലാക്ക് കളർ വെൽവെറ്റ് പൗച്ചിലാണ് ഇത് വരുന്നത്. മുകളിൽ ഗോൾഡൻ കളറിൽ ഗോമിൻ്റെ ലോഗോ ഉണ്ട്. അതിനകത്തായിട്ടാണ് നമ്മുടെ മൗസ് ഇരിക്കുന്നത്. സോ മൗസിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻസ്, ഇത് കയ്യിലെടുക്കുമ്പോൾ തന്നെ ഒരു ഡെൻസിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കുറച്ച് കൂടുതൽ വെയിറ്റ് ഉണ്ട്, ഒരു പ്രീമിയംനെസ് ഉണ്ട്. ഒരു ചീപ്പായിട്ടുള്ള ഒരു മൗസായിട്ട് തോന്നുന്നില്ല. സോ ഇതൊരു പ്രീമിയം കാറ്റഗറിയിലുള്ള ഒരു മൗസ് തന്നെയാണ്. ഇതിൻ്റെ ഫിനിഷ് നമ്മൾ നോക്കിയാൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് മുകൾ ഭാഗം വന്നിരിക്കുന്നത്. സൈഡിലെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷും വന്നിട്ടുണ്ട്. ഇനി താഴെയായിട്ടാണ് നമ്മുടെ സെൻസേഴ്സ് ഒക്കെ ഉള്ളത്. ഇതിൽ 1.5 മീറ്ററിന്റെ ഒരു ബ്രേഡഡ് ആയിട്ടുള്ള കേബിൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മൗസിന്റെ ഫിസിക്കൽ ഓറി നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ 7 ബട്ടണുകളാണ് ഇതിനകത്ത് വരുന്നത്. നമുക്കൊരു ലെഫ്റ്റ് ക്ലിക്ക് ഉണ്ട്, മിഡിൽ ബട്ടൺ ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് DPI മാറ്റാനുള്ള DPI പ്ലസും DPI മൈനസും സ്വിച്ച് ഉണ്ട്. ഇനി ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫോർവേഡും ബാക്ക്വേഡും സ്വിച്ച് ഉണ്ട്. സോ ഇങ്ങനെ 7 സ്വിച്ചുകളാണ് ഇതിലുള്ളത്. ഈ സ്വിച്ചുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 30 മില്യൺ സ്വിച്ച് ലൈഫാണ്. അതുപോലെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗോമിൻ്റെ ലോഗോ ഒന്ന് കത്തുന്നുണ്ട്, തിളങ്ങുന്നുണ്ട്. യെസ്, ഇതൊരു RGB മൗസ് ആണ്. ഇതിനകത്തുള്ള RGB കൺട്രോൾ ചെയ്യാനും പറ്റും. സോ ഈ മൗസ് എൻ്റെ കിട്ടിയിട്ട് കുറച്ചധികം നാളായി, ഞാൻ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മൗസ് ഉണ്ടല്ലോ, ഇതൊരു ഗെയിമിംഗ് മൗസ് ആണെങ്കിലും എസ്തെറ്റിക്കലി നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നോർമൽ മൗസിൻ്റെ ഒരു ലുക്കും ഉണ്ട്, എന്നാൽ RGB ഓണാകുമ്പോൾ ഒരു ഗെയിമിംഗ് മൗസിൻ്റെ ലുക്കും ഉണ്ട്. പക്ഷേ ലുക്കിൽ മാത്രമല്ല, പ്രൊലോങ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറേ നേരം നമ്മളിങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് റിസ്റ്റൊക്കെ പെയിൻ ചെയ്യുന്നത് ഇതിൽ കുറവാണ്. കമ്പാരിറ്റീവ്ലി ഞാൻ ഉപയോഗിച്ച മറ്റ് മൗസുകൾ വെച്ചിട്ട് ഇതിൽ ആ ഒരു റിസ്റ്റ് പെയിൻ, കംഫർട്ട് അല്ലെങ്കിൽ മൗസിൻ്റെ ആ ഒരു ഡിസൈൻ, ഒരു എർഗണോമിക്സ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അതിൻ്റെ ആ ഒരു ഡെൻസിറ്റിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് മൊത്തത്തിൽ പ്രൊലോങ്ഡ് യൂസിൽ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. പിന്നെ എനിക്ക് പറയാനുള്ളത് DPI ആണ്. ഗെയിമേഴ്സിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ് DPI. ഇതിൻ്റെ DPI സ്റ്റാർട്ട് ചെയ്യുന്നത് 1000-ൽ നിന്നുമാണ്. സോ 1000 ഉണ്ട്, 1600 ഉണ്ട്, 3200 ഉണ്ട്, 6400. സോ 1000 to 6400 വരെ DPI മാറ്റാൻ പറ്റും. ഈ DPI മാറ്റാൻ വേണ്ടിയിട്ടാണ് മുകളിൽ 2 സ്വിച്ച് തന്നിരിക്കുന്നത്. സോ നോർമലി ഉള്ള മൗസുകളിൽ നമുക്ക് ഒരു സൈക്കിൾ സ്വിച്ച് ആയിരിക്കും, ഇതിനകത്ത് ഫോർവേഡും ബാക്ക്വേഡും ഉണ്ട്. സോ DPI പ്ലസ് ആണെങ്കിൽ നമുക്ക് DPI കൂട്ടാം, DPI മൈനസിലാണെങ്കിൽ നമുക്ക് DPI കുറയ്ക്കാം. സോ ഗ്രീൻ ആണെങ്കിൽ 1000, പേർപ്പിൾ ആണെങ്കിൽ 1600, ബ്ലൂ ആണെങ്കിൽ 3200, റെഡ് ആണെങ്കിൽ 6400 എന്നിങ്ങനത്തെ രീതിയിലാണ് ലൈറ്റുകൾ മാറുന്നത്. ഇനി DPIക്ക് മാത്രമല്ല ഇതിനകത്ത് ലൈറ്റ് മാറുന്നത്. ലൈറ്റ് മോഡുകളുണ്ട്, ഏകദേശം 9 RGB മോഡുകളുണ്ട്. സോ ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടണും DPI മൈനസും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓരോ ലൈറ്റ് മോഡിൽ കൂടെയും ഇങ്ങനെ സൈക്കിൾ ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് ഏത് RGB മോഡാണോ വേണ്ടത് ആ 9 എണ്ണത്തിൽ നിന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് സൈക്കിൾ ചെയ്ത് ചൂസ് ചെയ്യാൻ പറ്റും. ഇനി RGB ലൈറ്റ് ഒന്നും വേണ്ട, ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ മിഡിൽ ബട്ടണും DPI പ്ലസും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആവും. ഇതിൽ നിന്നും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതിനകത്തുള്ള ലൈറ്റ് കൺട്രോളുകൾ മുഴുവനും, DPI കൺട്രോളുകൾ മുഴുവനും ഇതിലുള്ള ബട്ടൺസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. സോ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം നമുക്ക് മൗസിൻ്റെ ബട്ടൺസ് വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലേക്ക് വരാം. സോ ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഒരു പ്രീമിയം ഗെയിമിംഗ് മൗസ്. പ്രീമിയം ഗെയിമിംഗ് മൗസ് ആയതുകൊണ്ട് തന്നെ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്ന പ്രൈസ് 1499 റുപ്പീസിൽ ഗോംസ് ഓൺ മേക്ക് എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ വ്യൂവേഴ്സിന് നിയോൺ 200 എന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റ്ലി 200 റുപ്പീസ് ഡിസ്കൗണ്ട് കിട്ടും. പക്ഷേ ഇത് ലോഞ്ചിൻ്റെ ആ ഒരു 2 ആഴ്ച മാത്രമേ ഉള്ളൂ. സോ ഈ ടൈമിൽ മാത്രം നിങ്ങൾക്ക് നിയോൺ 200 കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 200 റുപ്പീസ് എക്സ്ട്രാ ഈ ഒരു MRPന്ന് ഡിസ്കൗണ്ട് കിട്ടും. ഓക്കെ, സംഭവമൊക്കെ കൊള്ളാം. ഡിസ്കൗണ്ട് കൂപ്പണൊക്കെ ഉപയോഗിക്കുമ്പോൾ 1299 റുപ്പീസിന് കിട്ടുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നാലോചിക്കുവാണെങ്കിൽ 1 ഇയറിൻ്റെ റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അത് ഫിസിക്കലി നിങ്ങൾ താഴെയിട്ട് പൊട്ടിച്ച് നശിപ്പിക്കാതെ വേറെ എന്തെങ്കിലും മാനുഫാക്ചർ ഡിഫക്റ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ 1 ഇയറത്തേക്ക് നിങ്ങൾക്ക് റീപ്ലേസ്മെൻറ്റ് തരുന്നുണ്ട്. സോ ഐ എം ഫീലിംഗ് ഗുഡ്. കാരണം നമ്മുടെ യൂട്യൂബിലെ ടെക് കമ്മ്യൂണിറ്റിയിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഒരു പ്രോഡക്റ്റ് ഇനിഷ്യേറ്റീവ് എന്നുള്ളതുകൊണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പക്ഷേ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. മേടിക്കാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.